നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ ആഗ്രഹം ആവശ്യമാണ്. പക്ഷെ അത്യാഗ്രഹം ആവശ്യമുണ്ടോ? ഞാനൊരു കഥ പറയാം. ഗ്രീസിലെ ഇപ്രസ് എന്ന രാജ്യത്തിൻ്റെ അധികാരിയായിരുന്നു പൈറസ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ തൻ്റെ സുഹൃത്തിനോട് പറയാണ്, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ലോകം മുഴുവൻ കീഴടക്കിയതിന് ശേഷം സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂട്ടുകാരനോട് പറയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? താങ്കൾക്ക് ഇത്രയും സ്വത്തുണ്ട്, പിന്നെ എന്തിനാണ് ഇനിയും സ്വത്ത്? അപ്പം അതുകൊണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പൈറസ് സുഹൃത്തിനെ അധിക്ഷേപിച്ചു, പറ്റത്തില്ല, എനിക്ക് ഇനിയും സ്വത്ത് വേണം. ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പോകും വഴി 2 കുട്ടികളെ കണ്ടുമുട്ടി കേട്ടോ. അപ്പോൾ അവർ 2 പേനയ്ക്ക് വേണ്ടി തല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 പേർക്കും പേന വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ മൂത്തവൻ പറഞ്ഞു, എനിക്ക് ഈ പേന വേണ്ട, അവൻ ഇഷ്ടപ്പെട്ടൊരു കളർ അതിലിരിപ്പുണ്ട്, ആ കളറുള്ള പേന മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആ കളറുള്ള പേന അവനും വാങ്ങിച്ചു കൊടുത്തു, മറ്റവനൊരു പേനയും വാങ്ങിച്ചു കൊടുത്തു. വീണ്ടും മൂത്തവൻ പ്രശ്നം ഉണ്ടാക്കാൻ, എനിക്ക് ഒരു പേന പോലെ 2 പേന വേണം, കാരണം ഞാൻ മൂത്ത കുട്ടിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പലരുടെയും ജീവിതങ്ങളും. നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ ആ ആഗ്രഹം ശരിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആഗ്രഹങ്ങളുടെ പുറത്ത് ആഗ്രഹങ്ങൾ തുടങ്ങും. അത് അത്യാഗ്രഹത്തിലേക്ക് നയിക്കും. ഈ അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആപത്താണ്. ആയതിനാൽ ആഗ്രഹമേത് അത്യാഗ്രഹമേത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പാണ്. ആയതിനാൽ എല്ലാവരും വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. താങ്ക് യു.